ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾക്ക് രുചികരമായ ഒരു ഇഞ്ചിപ്പുളി തയ്യാറാക്കി നോക്കിയാലോ. സിമ്പിളായിട്ട് പെട്ടെന്ന് നമ്മൾക്കത് തയ്യാറാക്കാം. ഇഞ്ചിയെല്ലാം മുറിച്ച് കഴുകി അത് മാറ്റി വെച്ച് അതിലേക്ക് ഒരു പിടി വെളുത്തുള്ളിയും എടുക്കുക. വെളുത്തുള്ളി ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ. വെളുത്തുള്ളി എടുത്ത് നമ്മൾക്കത് നല്ലോണം അരച്ചെടുത്ത് ഇതെല്ലാം അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മൺചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണയും ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ കടുകിട്ട് കടുക് പൊട്ടി വരുമ്പോൾ ഉലുവ ചേർക്കുക. ഉലുവ ചേർത്തതിന് ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതാക്കി മുറിച്ചത് നല്ലോണം ഇട്ട് ഇളക്കി കൊടുക്കാം. ഇനി 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ഇളക്കി അതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും ചേർത്ത് നല്ലോണം ഇളക്കിയതിന് ശേഷം കറിവേപ്പില ഇട്ട് അതിലേക്ക് 2 പച്ചമുളക് ചെറുതാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കും. ഇതെല്ലാം കൂടി നല്ലോണം ഇളക്കി നമ്മൾക്ക് അരച്ച് വെച്ച ഇഞ്ചി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഇളക്കണം കേട്ടോ, അടി പിടിക്കാതെ നല്ലോണം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നല്ലോണം ഇളക്കിയതിന് ശേഷം നമ്മൾക്കതിലേക്ക് ഒരു നാരങ്ങ വലുപ്പത്തിൽ നമ്മൾ പുളിവെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ആ പുളിവെള്ളം പിഴിഞ്ഞ് അതിലേക്ക് ചേർക്കാം. നല്ലോണം ഇളക്കി ഒരു ശർക്കര ഉരുക്കിയത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം ഇളക്കണം. നല്ലോണം ഇളക്കി എല്ലാവരുടെയും പിടിക്കാൻ വേണ്ടി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്ത് നല്ലോണം ഇളക്കിയാൽ നമ്മുടെ ഇഞ്ചിപ്പുളി ഇവിടെ തയ്യാറായി. എല്ലാവരും തയ്യാറാക്കി നോക്കണം. താങ്ക് യു.